ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനിപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചെമ്പനിപ്പൂ വരാനിരിക്കുന്ന ഭാഗത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇന്നലത്തെ പ്രമോ നല്ല അടിപൊളി പ്രമോ ആയിരുന്നല്ലേ. നമ്മുടെ ചന്ദ്ര എല്ലാ സത്യങ്ങളും അറിയുകയാണ്. താൻ ഇത്രയും നാളും ഉള്ളം കയ്യിൽ എടുത്ത് കൊടുത്ത് നടന്നിരുന്ന ശ്രുതി തന്നെ തനിക്കിട്ട് പാര വയ്ക്കുകയായിരുന്നു എന്ന് അറിയുന്ന നേരത്ത് ചന്ദ്രയ്ക്കത് സഹിക്കാനാവുന്നില്ലല്ലേ. സച്ചി പോയി നീലിമയെ കണ്ട ശേഷം സത്യാവസ്ഥകളൊക്കെ നീലിമ പറയുന്നുണ്ട്. ആദ്യമൊക്കെ സച്ചിയെ വിശ്വസിക്കാൻ മടിയാകുന്നുണ്ടെങ്കിലും തെളിവ് സഹിതം നീലിമ പറയുന്ന സമയത്ത് ഞാൻ ഇത് വീട്ടിൽ പോയി പറഞ്ഞാൽ ഒരു പക്ഷേ ആരും സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെ നീലിമ സത്യാവസ്ഥകളെല്ലാം പറയാനായിട്ട് എൻ്റെ കൂടെ വീട്ടിലേക്ക് വരണമെന്ന് പറയുമ്പോൾ നീലിമ സമ്മതിക്കാനായിട്ട് അങ്ങനെ വീട്ടിലേക്ക് ചെന്നതിന് ശേഷം സച്ചി എന്ത് മനസ്സിൽ കണ്ട അതേ രീതിയിൽ തന്നെ സംഭവിക്കണം. അതായത് ഇങ്ങനെ ശ്രുതിയും നീലിമയുടെ കയ്യിൽ നിന്ന് പലിശ സഹിതം ലക്ഷങ്ങൾ മേടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇവരാരും തന്നെ അത് വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. ശ്രുതിയാണെങ്കിലോ സച്ചി മനഃപൂർവ്വം ഞങ്ങളെ കരിവാരത്തേക്കേണ്ട ഓരോന്ന് പറയുകയാണ്. ഞങ്ങൾ നീലിമയെ കണ്ടിട്ടുമില്ല, പൈസ മേടിച്ചിട്ടുമില്ല എന്ന് പറയുകയാണ്. ശ്രുതിനേക്കാൾ കൂടുതൽ കള്ളം പറയാനും ശ്രുതിനെ രക്ഷിക്കാനും ശ്രമിക്കുന്നത് നമ്മുടെ ശ്രുതിയാണ് കേട്ടോ. ആ ഒരു സമയത്ത് സച്ചി വേഗം പറയുന്നുണ്ട്, നിങ്ങൾ ഇതൊക്കെ പറയുള്ളൂ എന്ന് എനിക്കറിയാം, അതുകൊണ്ട് തന്നെ ഞാൻ തെളിവ് സഹിതമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നീലിമ വരാൻ പറയുന്ന സമയത്ത് ശ്രുതി ആകെ ഞെട്ടിപ്പോകണം. അങ്ങനെ നീലിമ എല്ലാ സത്യങ്ങളും തുറന്ന് പറയുമ്പോഴത്തേനും എല്ലാവർക്കും ഇത് ഭയങ്കര ഷോക്കാവുന്നുണ്ട് കേട്ടോ. നീലിമ വന്നതിന് ശേഷം ആദ്യമേ തന്നെ രവിയോട് ക്ഷമ പറയുന്നുണ്ട്. എൻ്റെ സാഹചര്യം കൊണ്ടാണ് ആ ഒരു പണം എനിക്ക് മോഷ്ടിക്കുന്നത്, പക്ഷേ നിങ്ങളുടെ മകൻ നിങ്ങളെല്ലാവരെയും കബളിപ്പിക്കുകയായിരുന്നു. എല്ലാ പണവും ഞാൻ ശ്രുതിയുടെ കൈകളിലേക്ക് കൊടുത്തിട്ടുണ്ട്, പക്ഷേ അവൻ ഇപ്പോഴും കള്ളത്തരങ്ങൾ തന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന് കൂട്ടായിട്ട് അവൻ്റെ ഭാര്യയും ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ നീലിമ പറയുമ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് സഹിക്കാനാവുന്നില്ല കേട്ടോ. നീലിമ അങ്ങനെ എല്ലാ സത്യങ്ങളും പറഞ്ഞു പോകുന്ന സമയത്ത് എല്ലാവരും കൂടിയിട്ട് ശ്രുതിനെ ചീത്ത പറയുക മാത്രമല്ല എന്തിനു വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. രവിയാണെങ്കിൽ ശ്രുതിനോടായിട്ട് നിന്നോട് എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല, ശ്രുതി നീ ഇത് തന്നെ ചെയ്യുള്ളൂ, കുടുംബത്തെ വരെ നീ പറ്റിച്ചു തുടങ്ങിയാലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നേരെ ശ്രുതിയുടെ അടുത്തേക്ക് തിരിഞ്ഞതിന് ശേഷം ശ്രുതിയോ ഇങ്ങനെ ചെയ്തു, മോളെങ്കിലും ഇങ്ങനെ ചെയ്യേണ്ട ഈ കുടുംബത്തോട് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി തന്നെ ചന്ദ്ര അവിടെ നല്ല പെർഫോമൻസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ചന്ദ്ര ഞാൻ ശ്രുതിയുടെ അടുത്ത് ചെന്നിട്ട് ഷോൾഡർ കുത്തിപ്പിടിച്ച് ചോദിക്കുന്നത് എന്തിന് നീ എന്നോട് കള്ളം മറച്ചു വെച്ചു എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് എല്ലാം ശ്രുതി പറഞ്ഞിട്ടാണ്, ശ്രുതിയാണ് എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ തന്നതെന്ന് പറയുമ്പോഴത്തേ ചന്ദ്ര നേരെ ശ്രുതിയുടെ നേരെ തിരികാൻ കേട്ടോ. ശ്രുതിയുടെ നേരെ ചെന്നതിന് ശേഷം ചന്ദ്ര ആദ്യമേ തന്നെ കർണം നോക്കിയൊന്ന് പൊട്ടിക്കുന്നുണ്ട്. അതിന് ശേഷം എന്തിനു വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി എന്നെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ പള്ളിക്ക് പോകാതെ വീട്ടിൽ വെറുതെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നെ കല്യാണം കഴിച്ച ശേഷവും ജോലിക്ക് പോകുകയാണെന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞ് ഇവിടുത്തെ പോവുകയും പാർക്കിൽ പോയി ഉറങ്ങുകയല്ലായിരുന്നു. അപ്പോൾ അതിൽ നിന്നെല്ലാം തന്നെ ശ്രുതിനെ ഒന്ന് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ നീ എന്തിനാ കള്ളം പറഞ്ഞതെന്ന് ചോദിച്ചതെന്ന് ചന്ദ്ര ചോദിക്കുന്നുണ്ട്. അതിനൊരു അക്ഷരം പോലും നമ്മുടെ ശ്രുതിക്ക് മിണ്ടാനാകുന്നില്ല കേട്ടോ. അതിനുശേഷവും ചന്ദ്ര ശ്രുതി ഓരോ മറുപടി പറയുമ്പോഴും അതിനെല്ലാം മറുപടി ചന്ദ്ര കൊടുക്കുന്നത് കർണം നോക്കി അടിച്ചുകൊണ്ടാണ്. അവസാനം ശ്രുതിനോട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയുന്ന സമയത്ത് രവി തടയുന്നുണ്ട് കേട്ടോ. കാരണം എന്തൊക്കെ പറഞ്ഞാൽ തൻ്റെ മകൻ്റെ ഭാവി അത് നശിക്കുമെന്ന് അറിയാതുകൊണ്ട് തന്നെ രവി പറയുന്നുണ്ട് അവളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടണ്ട, ശ്രുതി മോളെ നീ അകത്ത് ഇറിപ്പോകാൻ പറഞ്ഞിട്ട് ശ്രുതിനെ വീട്ടിനകത്തേക്ക് കയറ്റി വിടാൻ കേട്ടോ. വീടിൻ്റെ അകത്ത് ശ്രുതി ഉണ്ടെന്നുള്ളൂ. ശ്രുതിക്ക് അവിടെ വെച്ചും നമ്മുടെ ചന്ദ്രയുടെ നല്ല പീഡനങ്ങൾ കൊള്ളുന്നുണ്ട്. ശ്രുതിനെയും 2 മുറികളിലാണ് ചന്ദ്ര കടത്തി ഓർക്കുന്നത്. മാത്രമല്ല ചന്ദ്ര അത്രയും നാൾ നൽകിക്കൊണ്ടിരുന്ന ശ്രുതിക്ക് എല്ലാ സപ്പോർട്ടും അതെല്ലാം തന്നെ ചന്ദ്ര മാറ്റി വെക്കുന്നുണ്ട്. മാത്രമല്ല ശ്രുതി ഒരു നേരം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അതിന്റെ സങ്കടം ചന്ദ്രയ്ക്കായിരുന്നല്ലേ. എന്നാൽ ഈ ഒരു പിണക്കത്തിന്റെ സമയത്ത് രേവതി ചോറുമായിട്ട് ചെല്ലുമ്പോൾ അവൾക്ക് വേണമെങ്കിൽ അവൾ തന്നെ എടുത്ത് കഴിച്ചോളും, നീ അത് ചോദിച്ചുകൊണ്ട് അങ്ങോട്ട് പോകണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിനെ തടയുന്നൊക്കെ ഉണ്ട്. അങ്ങനെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ശ്രുതിയുടെ കഷ്ടകാലം ആരംഭിക്കുകയാണ് കേട്ടോ. ചന്ദ്ര മൊത്തത്തിലായിട്ട് തന്നെ ശ്രുതിനെ അങ്ങ് തള്ളിക്കളഞ്ഞ രീതിക്കാണ് കുറച്ച് എപ്പിസോഡുകൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഭാഗം നമുക്ക് വരാനിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.